അങ്ങനെ നമുക്ക് വീണ്ടും ഒരു ഒഴിവ് ദിവസം കിട്ടിയപ്പോൾ നമ്മൾ ഊട്ടി പോവാണ്. ഊട്ടി പോകുമ്പോൾ നമ്മളെപ്പോഴും സെലക്ട് ചെയ്യുക മസനഗുഡി വഴി ഊട്ടി പോകാമെന്നുള്ളതാണ്. കാരണം ആ ഒരു കാടിൻ്റെ ഭംഗിയും പിന്നെ നമുക്ക് കുറച്ചൊക്കെ അനിമൽസിനെ അവിടുന്ന് കാണാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ചൂസ് ചെയ്യുക ആ ഒരു വഴിയാണ്, മസനഗുഡി വഴി ഊട്ടി. മസനഗുഡി ടൗൺ എത്തുന്നവരെ നമ്മൾ അങ്ങനെ ഒന്നും കണ്ടില്ല. നമ്മൾ മോയാർ റോട്ടിൽ വന്നപ്പോൾ അതാ ഒരു കരടി. ഇത്ര അടുത്തുന്നല്ലേ പുലി കണ്ടില്ലെങ്കിൽ എന്താ ഒറ്റൊന്നും എണീറ്റുണ്ടാവില്ല. അയ്യോ അയ്യോ ആ തോന്നുന്നു. നമ്മൾ കുറച്ച് നേരം കരടിനെ അങ്ങനെ കണ്ടിട്ട് നേരെ പോയി മോയാർ റോഡിൽ ഫുള്ള് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നിനും കണ്ടില്ല. ആസ് യൂഷ്വൽ കാണുന്ന മാന്, കാട്ടുപന്നി, മ്ലാവ്, കുരങ്ങൻ, മയിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ തിരിച്ചു വന്നപ്പോൾ അതാ കരടി അനന്തപ്പഴം കഴിക്കാൻ വേണ്ടിയിട്ട് ആ മരത്തുമ്മ കയറി നിൽക്കുന്നു. ഈ കുരങ്ങനും മാനുകളും ഭയങ്കര ഫ്രണ്ട്സാണ്. എപ്പോഴും ഇവർ ഒരുമിച്ചുണ്ടാവുക കൂടുതലും. നമ്മുടെ നാടൻ കുരങ്ങന്മാരെ പോലെയല്ല, ഇവർ ഭയങ്കര അഗ്രസീവാണ്. നമ്മുടെ കയ്യിലൊക്കെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഓടി വന്ന് നമ്മളെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യാൻ വരുന്ന പോലെ വന്ന് അത് വാങ്ങിച്ചിട്ട് പോകും. ഇവർ നമ്മൾ നോർമലി ഇങ്ങനെ കാണാത്ത കാരണം ഇവിടെയൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കും. കാരണം കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. അടുത്തൊന്നും നിൽക്കില്ല, ലോങ് വ്യൂവിലേ നിൽക്കുള്ളൂ. കാരണം ഇവർ കുറച്ച് പ്രശ്നമാണ്. ഇവർക്ക് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരാനുള്ളൊരു ടെൻഡൻസി കൂടുതലാണ്. അതുകൊണ്ട് അടുത്ത് നിൽക്കില്ല. ഇവരുടെ വാലിന് ഭയങ്കര സൈസാണ്. ഫേസ് ആണെങ്കിൽ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നല്ല രസമാണ്. കാരണം ബ്ലാക്ക് കളറിൽ ഒരു കുഞ്ഞ മുഖമാണ്. അത് ആ മുഖത്തിന് ചുറ്റും വെള്ള രോമങ്ങളായിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ അടുത്തൊന്നും പോയി നമുക്ക് അങ്ങനെ സ്നേഹിക്കാനോ അങ്ങനെ താലോലിക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല. നോർമൽ കുരങ്ങന്മാർക്ക് നമ്മളെന്തെങ്കിലും ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് കഴിച്ച് ഒരു ചിലപ്പോൾ കുഴപ്പമില്ലാണ്ട് അവിടെ ഇരിക്കും. പക്ഷേ ഇവർ അതുപോലെയല്ല, അവർ കുറച്ചും കൂടെ അഗ്രസീവാണ്. കണ്ടോ ഫോണിൽ ഇങ്ങനൊരു ക്ലൈമറ്റ് പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ പോയത്. പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ക്ലൈമറ്റിൽ പോണത്. നമുക്ക് എന്നും ഈ ജോലി, തിരക്ക്, സ്ട്രെസ്സ്, അത് ഇത് ഭയങ്കര ടെൻഷൻ, അതിൻ്റെയൊക്കെ ഇടയിൽ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ട്രിപ്പ് പോകുന്നവരെ നമ്മുടെ ആ ഒരു മൈൻഡിൽ ലാസ്റ്റ് പോയ ട്രിപ്പിൻ്റെ ഒരു മെമ്മറി ആയിരിക്കും. എനിക്കങ്ങനെയാണ്. അങ്ങനെ നമുക്കൊരു കാട്ടുകോഴിനെ കാണാൻ പറ്റി. കാട്ടുകോഴിനെ നോർമലി നമ്മൾ കാണാറുണ്ട് കേട്ടോ. നാഗർഹോൾ കാട്ടിൽ ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ ആകെ 1-2 നമ്മൾ കണ്ടുള്ളൂ. പക്ഷെ നാഗർഹോൾ പോയ സമയത്ത് കുറേ കണ്ടിരുന്നു. നമ്മൾ പോകുമ്പോൾ ഇതുപോലെ റോഡ് സൈഡിലുള്ള ഒരു വ്യൂവും ഞാൻ വിടില്ല കേട്ടോ. ഒരു ബബ്ലൂസിൻ്റെ മരത്തുമ്പോൾ നിറയെ ബബ്ലൂസ് ഉണ്ടായി നിൽക്കണ കണ്ടില്ലേ.
നമ്മൾ നാട്ടിൽ ഭയങ്കര കെയറിൽ കൊണ്ട് നടക്കുന്ന ചെടികളൊക്കെ ഇവിടെ കുപ്പയിലൊക്കെ എന്ത് ഭംഗിയിലും ഭയങ്കര സൈസിലും ഉണ്ടായി നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര കൊതിയാവും. നമ്മളെവിടെ പോയാലും വെറൈറ്റി ചെടികളും നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൊണ്ടുപോയി അതിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി നടുകയൊക്കെ ചെയ്യും. പക്ഷേ ക്ലൈമറ്റ്, ഇവിടുത്തെ ക്ലൈമറ്റും മണ്ണും മൊത്തത്തിൽ അത് ആ ചെടിക്ക് പറ്റാത്തതുകൊണ്ട് ഒന്നും ഒരു 90% ഇതുവരെ ഒന്നും പിടിച്ചിട്ടില്ല. എന്നാലും ഇപ്രാവശ്യം ബാംഗ്ലൂർക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചൊക്കെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടാവും, എന്നറിയില്ല, നമുക്ക് നോക്കാം. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതും നേരിട്ട് കാണുന്നതും ഒരുപാട് വ്യത്യാസമുണ്ട്. മാത്രമല്ല നമുക്ക് എത്ര വീഡിയോ എടുത്താലും, നമ്മൾ ഈ ഡയറക്റ്റ് കാണുമ്പോൾ നമുക്ക് എത്ര വീഡിയോ എടുത്താലും മതിയാവില്ല. അടുത്ത നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ അവിടെ നിർത്തി. അവിടെയാണെങ്കിൽ കുറേ മലയാളീസ് ഫോട്ടോ എടുക്കാനായിട്ട് ഇറങ്ങിയേക്കുന്നുണ്ട്. നമ്മളും ക്യൂ ആണ്, ഓരോരുത്തരെ കഴിഞ്ഞിട്ട് അടുത്ത ആളെടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു സൈഡ് വ്യൂ ആണിത്. ഫുള്ള് കാടിൻ്റെ നടുവിലൊരു റിസോർട്ടാണെന്ന് തോന്നുന്നത്. എനിക്ക് കാടിൻ്റെ നടുവിലായിട്ട് നല്ലൊരു ഇങ്ങനെ ഹട്ട് പോലത്തെ ഒരു വീടും അതിന് ചുറ്റും കുറച്ച് സ്ഥലം കൃഷി ചെയ്യാനായിട്ട് നല്ല ഭംഗിയിൽ, എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ. എൻ്റെ ഉപ്പ അത് കേട്ടിട്ടുണ്ടെങ്കിൽ പറയും, പാവം അതിന് കൃഷി ചെയ്യാൻ സ്ഥലമല്ലാണ്ട് എന്തൊരു ആഗ്രഹം കൃഷി ചെയ്യാനായിട്ടെന്ന്. നമ്മൾ ടെററിയ ഉണ്ടാക്കാനായിട്ട് മോസ് കുറേ അന്വേഷിച്ച് നടന്ന് കിട്ടിയില്ല. ഊട്ടിയിൽ വന്ന് നോക്കുമ്പോൾ എവിടെ നോക്കുമ്പോഴും മോസ്. അങ്ങനെ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ നമ്മളൊരു കോഫി കുടിക്കാൻ ഒരു കടയിൽ കയറിയപ്പോൾ അതിൻ്റെ സൈഡിലുണ്ടായിരുന്നതാണ്. അതിൽ നിന്ന് കുറച്ചെടുത്ത് അങ്ങനെ പോന്നു. മഞ്ഞിങ്ങനെ പോണൊക്കെ സൈഡിലേക്ക് ഇങ്ങനെ നീങ്ങി പോകണ്ട, എന്ത് ഭംഗിയാണെന്നറിയോ. സൂപ്പറായിരുന്നു. അടിപൊളി ക്ലൈമറ്റിലാണ് ഞങ്ങൾ എന്തായാലും പോയത്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത പ്രാവശ്യം പോകണം. എൻ്റെ അടുത്ത ട്രിപ്പ് എന്തായാലും എൻ്റെ മെമിനെയും പെപ്പിനായിട്ട് ഞങ്ങൾ 3 ആളും മാത്രമായിട്ടൊരു ഊട്ടി ട്രിപ്പുണ്ട്. ഇൻഷാ അല്ലാഹ് എന്തായാലും പോകണം. നമ്മളങ്ങനെ ഊട്ടി ടൗണിലേക്ക് പോണ വഴിയിൽ കണ്ടൊരു കാഴ്ചയാണ് ഇത്. ഒരു കാറ് കംപ്ലീറ്റ് ആയിട്ട് കത്തി നശിച്ച് കിടക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി.